Hi, welcome to Lash Class. BA English third semester Language in Actionലെ ജേർണി ഓഫ് എ കുച്ചുപ്പിടി ഡാൻസർ ഫ്രം പാകിസ്ഥാൻ ടു ഇന്ത്യ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ദ ടൈംസ് ഓഫ് ഇന്ത്യ ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ഫീച്ചർ ആർട്ടിക്കിളാണ്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലഘട്ടത്തിലെ കലാപങ്ങളിൽ പെട്ടുകൊണ്ട് അഭയാർത്ഥിയാവുകയും പിന്നീട് ഡാൻസ് പഠിച്ച് അതിലൂടെ ഒരു ജീവിതം കെട്ടിപ്പടുക്കുകയും ചെയ്ത ഒരാളുടെ കഥയാണ് ഈ ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. നമ്മളിവിടെ ഈ ചാപ്റ്ററിന്റെ സമ്മറിയും അതിന്റെ എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ദ ടൈംസ് ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ ട്രേസസ് ദ റിമാർക്കബിൾ ജേർണി ഓഫ് കുച്ചുപ്പിടി ഡാൻസർ ഡി നീലിമ ദേവി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡി നീലിമ ദേവി എന്ന വളരെ ഫേമസ് ആയിട്ടുള്ള കുച്ചുപ്പിടി ഡാൻസർ ആണ്. അവരുടെ ഒരു സ്റ്റോറിയാണ് ഈ ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. ഷി വാസ് ബോൺ ഇൻ 1940 ഇൻ പെഷാവർ, പഞ്ചാബ് പ്രൊവിൻസ്, ദെൻ പാർട്ട് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. 1940 അവർ ജനിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും 7 വർഷങ്ങൾക്ക് മുമ്പാണ് അവർ ജനിക്കുന്നത്. ഇന്നത്തെ പാകിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള പെഷാവാർ അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാത്ത സാഹചര്യത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന രീതിയിലാണുള്ളത്. അപ്പോൾ അവിടെയാണ് അവർ ജനിക്കുന്നത്. ഹെർ ചൈൽഡ്ഹുഡ് വാസ് മാർക്ക്ഡ് ബൈ ദ ടർബുലൻസ് ഓഫ് പാർട്ടീഷൻ ആൻഡ് കമ്മ്യൂണൽ വയലൻസ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ഒരുപാട് പേര് അനുഭവിച്ചിട്ടുള്ള പല പ്രയാസങ്ങളിലൂടെ അവർക്കും കടന്നു പോകേണ്ടി വരുന്നുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒട്ടേറെ വർഗീയ കലാപങ്ങളും മറ്റുമൊക്കെ അവരെയും ബാധിക്കുന്നുണ്ട്. ഹെർ ഫാദർ DM സപ്ര വർക്ക്ഡ് ആസ് ദ മാനേജിംഗ് ഡയറക്ടർ ഓഫ് ദി ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് അണ്ടർ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ്. അവരുടെ ഫാദർ DM സപ്ര അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. The family's life was overturned during independence when violence broke out in Peshawar. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്കൊരു 6 വയസ്സാവുന്ന സമയത്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോവുകയും അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനവും തുടർന്നുണ്ടായിട്ടുള്ള വർഗീയ കലാപങ്ങളും മറ്റൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അതോട് കൂടിയിട്ടാണ് അവരുടെ കുടുംബത്തിന്റെയും അവരുടെയും ജീവിതം ആകെ തകിടം മറിഞ്ഞൊരു സാഹചര്യം ഉണ്ടാവുന്നത്. At the age of 6, Neelima and her sister fled with their mother to a refugee camp in Delhi, while her father survived narrowly thanks to the intervention of his Muslim driver. അപ്പോൾ അവർക്ക് ഒരു 6 വയസ്സാവുന്ന സമയത്താണ് ഈ കലാപമൊക്കെ നാട്ടിൽ പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. അവരും അവരുടെ സഹോദരിയും അവരുടെ അമ്മയുടെ കൂടെ ഡൽഹിയിലുള്ള ഒരു അഭയാർത്ഥി ക്യാമ്പിലേക്ക് രക്ഷപ്പെട്ടു വരികയാണ്. ഈ സമയത്ത് അവരുടെ ഫാദർ അവിടെ അക്രമത്തിനിരയാവുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ അവിടെ കൊല ചെയ്യപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഡ്രൈവർ ആയിരുന്നിട്ടുള്ള ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തെ ആ സമയത്ത് രക്ഷിക്കുന്നത്. നമ്മളിവിടെ മുസ്ലിം എന്ന് എടുത്തു പറയാനുള്ള കാരണം, ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഇങ്ങനെ വർഗീയ കലാപം അക്രമം നടക്കുന്ന സാഹചര്യത്തിൽ ഒരു മുസ്ലിം തന്നെയാണ് ഒരു ഹിന്ദുവിനെ അവിടെ രക്ഷിക്കുന്ന ഒരു കാഴ്ചയെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു വശത്ത് മനുഷ്യരിങ്ങനെ മതത്തിന്റെ പേരിൽ ഒരു അക്രമം നടത്തുന്ന സമയത്ത് മതം നോക്കാതെ മനുഷ്യരെ സ്നേഹിക്കുന്ന ആളുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ കൂടുതലും ഇത്തരത്തിൽ അക്രമവും കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നിരുന്നത്. അപ്പോൾ ഇതിന്റെ സാഹചര്യമായിട്ട് അവിടെ ഉണ്ടായിട്ടുള്ളത്, നീലിമയും സഹോദരി അമ്മയും കൂടി ഡൽഹിയിലേക്ക് രക്ഷപ്പെട്ട അഭയാർത്ഥികളായിട്ട് വന്നു. അവരുടെ പിതാവ് അവിടെ രക്ഷപ്പെട്ട് ജീവിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ കാലത്തുള്ള മൊബൈൽ ഫോണും മറ്റൊന്നും ഇല്ലാത്തത് കാരണം കൊണ്ട് ഈ തന്റെ മക്കളും ഭാര്യയും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അയാൾക്കും തങ്ങളുടെ പിതാവ് ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഇവർക്കും അറിയാതെ ഇവര് വേർപെട്ടു പോകുന്നൊരു സാഹചര്യം ആ കലാപത്തിന്റെ ഭാഗമായിട്ടുണ്ടാവുന്നു. ഡ്യൂറിംഗ് ദിസ് പീരീഡ് ഓഫ് സെപ്പറേഷൻ ലാസ്റ്റിംഗ് 8 months, നീലിമ ടേൺ ടു ആർട്ട് ഫോർ സൊലേസ്. അപ്പോൾ ഇങ്ങനെ അഭയാർത്ഥി ക്യാമ്പിൽ വന്നതിന് ശേഷം നമുക്കറിയാം, സ്കൂളില്ല, മറ്റു കാര്യങ്ങളില്ല, അഭയാർത്ഥികളായിട്ട് ഇങ്ങനെ ജീവൻ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് അവിടെ അവർ നയിക്കുന്നത്. ഈ സമയത്ത് അവര് ആർട്ടിലേക്ക്, പ്രത്യേകിച്ചും ഡാൻസിലേക്ക് ഒരു ആശ്വാസം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അവർ ചെല്ലുന്നു. ഷി വുഡ് ഓഫ്റ്റൻ വാക്ക് ലോങ് ഡിസ്റ്റൻസസ് ഫ്രം ഓൾഡ് ഡൽഹി ടു ന്യൂ ഡൽഹി ടു അറ്റൻഡ് കഥക് ക്ലാസ്സസ്, ഡിസ്പൈറ്റ് വാർണിംഗ്സ് ദാറ്റ് സച്ച് പെർസ്യൂട്ട്സ് വെർ അൺസൂട്ടബിൾ ഫോർ ഗേൾസ് ഇൻ ദിസ് സിറ്റുവേഷൻ. അപ്പോൾ ഈ ക്യാമ്പിൽ നിന്ന് അവർ ഓൾഡ് ഡൽഹിയിൽ നിന്ന് ന്യൂ ഡൽഹിയിലേക്ക് കഥക് ക്ലാസ്, ഡാൻസ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു പോവാറുണ്ട്. അപ്പോൾ പലരും അവരോട് പറയാറുണ്ട്, ഇത് സേഫ് അല്ല, കാരണം നാട്ടിൽ ഇങ്ങനെ അക്രമമൊക്കെ നടക്കുന്ന സമയത്ത് കുട്ടി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഡാൻസ് ക്ലാസ്സിന് പോകുന്നതൊന്നും സേഫ് അല്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അവർക്ക് ജീവിതത്തിൽ മറ്റൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അവർ ഒരു ആശ്വാസം എന്ന നിലയ്ക്ക് ഈ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. നീലിമാസ് ആർട്ടിസ്റ്റിക് പാത്ത് ലേറ്റർ ലെഡ് ഹെർ ടു കുച്ചുപ്പിടി, where she trained under the legendary teacher Nataraja Ramakrishna of Telangana. അങ്ങനെ ആദ്യം ഇവർ കഥകാണ് പഠിച്ചിരുന്നെങ്കിലും പിന്നീട് അവർ കുച്ചുപ്പിടി ഡാൻസ് പഠിക്കുന്നു. അതും വളരെ ഫേമസ് ആയിട്ടുള്ള ഡാൻസ് ടീച്ചർ നടരാജ രാമകൃഷ്ണയാണ് ഇവരെ ഈ കുച്ചുപ്പിടി ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്നത്.
Dance became not only a personal passion but also a source of healing and sustenance for her family. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഡാൻസ് എന്ന് പറയുന്ന ഒരു പാഷൻ മാത്രമായിരുന്നില്ല. നമുക്കറിയാം അവർ വീടും നാടും ഒക്കെ ഉപേക്ഷിച്ച് അഭയാർത്ഥി ക്യാമ്പിൽ വന്ന് താമസിക്കുന്ന ആ ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അത്തരത്തിൽ അവർക്ക് ജീവിതത്തിന് ഒരു ലക്ഷ്യവും ഒരു അർത്ഥവും ഒക്കെ നൽകുന്ന ഒരു കാര്യം കൂടിയായിട്ട് ഈ ഡാൻസ് മാറുന്നുണ്ട്. ഷീ റീകോൾഡ് ഹൗ ഹർ ഫാദർ വൺസ് റീയുണൈറ്റഡ് വിത്ത് ദം എൻകറേജ്ഡ് ഹർ ടു പർസ്യൂ ഡാൻസ് ഹോൾ ഹാർട്ടഡ്ലി. പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവരുടെ ഫാദർ ഇവരുടെ അടുത്തേക്ക് തന്നെ എത്തുന്നു. അപ്പോൾ ആ സമയത്ത് ഫാദർ ചോദിക്കുന്നു ഡാൻസ് ഇനി തുടർന്ന് പഠിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഡാൻസ് പഠിക്കാം എന്നുള്ള തീരുമാനത്തിലാണ് അവർ എത്തുന്നത്. അപ്പോൾ ഫാമിലിയുടെ സപ്പോർട്ടും അവർക്ക് ഈ കാര്യത്തിൽ ലഭിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം ഒരു സാഹചര്യത്തിൽ ജീവിതത്തിൽ ഒരു പ്രകാശവും അവശേഷിക്കാത്ത ഒരു സന്ദർഭത്തിൽ അവർക്ക് ആകെ ഒരു ലക്ഷ്യബോധവും ജീവിതത്തിന് അർത്ഥവും ഒക്കെ നൽകിയിട്ടുള്ള ഡാൻസ് ആണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഡാൻസ് പഠനം അവർ പിന്നീട് തുടരുകയാണ്. ഹെർ കരിയർ ടുക്ക് ഹെർ ബിയോണ്ട് ഇന്ത്യ when she eventually migrated to Washington DC with her family. പിന്നീട് അവർ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്കും ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് അറിയപ്പെടുന്ന ഒരു ഡാൻസറായിട്ട് മാറുന്നു. അവർ അമേരിക്കയിലെ വാഷിംഗ്ടണിലേക്ക് കുടുംബസമേതം താമസമൊക്കെ മാറ്റുന്നുണ്ട്. There, Nilima played a significant role in spreading Kuchipudi internationally, performing in countries such as Kenya and developing academic contributions as well. അവിടെ അവർ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഒരു ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് കുച്ചിപ്പുടിയൊക്കെ ഫേമസ് ആക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കെനിയ പോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ അമേരിക്കയിലും ഒക്കെ അവർ അവരുടെ ഡാൻസ് പ്രോഗ്രാമുകളും മറ്റുമൊക്കെ നടത്തിയിരുന്നു. ഇതുകൂടാതെ അവർ ഡാൻസിന്റെ ഒരു കോഴ്സും അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ ആരംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അറ്റ് ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റി ഷീ ഡിസൈൻഡ് എ കരിക്കുലം ഓൺ ഇന്ത്യൻ ആർട്ട് ഇൻകോർപ്പറേറ്റിംഗ് ഇറ്റ്സ് മിത്തോളജിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ ഡയമെൻഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ അവർ ഇന്ത്യൻ ആർട്ടിന്റെ ഈ ഡാൻസും അതുപോലെ ഇന്ത്യൻ ഫിലോസഫിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോഴ്സ് അവർ ആരംഭിക്കുന്നു. സോ അത്തരത്തിൽ അവർ ഒരു ഫേമസ് ആയിട്ട് ഡാൻസറായി എന്ന് മാത്രമല്ല ഇന്ത്യയിലെ ക്ലാസിക്കൽ ഡാൻസിനെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിലും അവർ വലിയൊരു പങ്ക് വഹിച്ചതായിട്ട് നമുക്കിവിടെ കാണാം. ദി ആർട്ടിക്കിൾ എക്സംപ്ലിഫൈസ് ദി ട്രാൻസ്ഫോർമേറ്റീവ് പവർ ഓഫ് ആർട്ട്. ഇനി ഈ ഒരു ആർട്ടിക്കിളിൽ നമുക്ക് വരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഈ ട്രാൻസ്ഫോർമേറ്റീവ് പവർ ഓഫ് ആർട്ട് എന്നുള്ളതാണ്. അതായത് ജീവിതത്തിൽ നമ്മൾ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ നമുക്ക് മുന്നോട്ടുള്ള വഴി കാണാത്തൊരു അവസരത്തിലെല്ലാം ആർട്ട്, ഇവിടെ നമ്മുടെ ക്യാരക്ടറിനെ സംബന്ധിച്ചെടുത്തിട്ട് ഡാൻസ് ആണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വേറെ ആളുകൾക്ക് അത് പെയിന്റിങ് ആയിരിക്കാം, അതുപോലെ തന്നെ സോങ് ആയിരിക്കാം, റൈറ്റിംഗ് ആയിരിക്കാം, മറ്റേത് തരത്തിലുള്ള ആർട്ടായിരിക്കാം. അപ്പോൾ ജീവിതത്തിന് ഒരു ലക്ഷ്യബോധവും അർത്ഥവും ഒക്കെ നൽകുന്നതിൽ ആർട്ടിന്റെ ഒരു റോള്, ഇമ്പോർട്ടൻസ് ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. കൂടാതെ ഈ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.